നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ UDF തരംഗം. തൃശൂരിൽ താമര വിരിഞ്ഞു. സുരേഷ് ഗോപിയുടെ വിജയം 3.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. പാലക്കാട്ട് വീണ്ടും VK ശ്രീകണ്ഠൻ. മണ്ഡലത്തിൽ UDF ഭൂരിപക്ഷം 8 ഇരട്ടി ഉയർന്നു. LDFന് ആശ്വാസമായി ആലത്തൂരിൽ K രാധാകൃഷ്ണന്റെ വിജയം. 42 ദിവസത്തോളമായി നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ പാലക്കാട് അഗസ്റ്റിൻ ടെക്സ്റ്റൈൽ കളേഴ്സ് കമ്പനിക്ക് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജീവനക്കാർ ചായ കുടിക്കാൻ പോയ പേര് പറഞ്ഞ് ഒരു കമ്പനി അടച്ചുപൂട്ടുന്നതെന്ന് BMS സംസ്ഥാന സെക്രട്ടറി V രാജേഷ്. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാകുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വം. ലോക പരിസ്ഥിതി ദിനം. വിപുലമായ ഒരുക്കങ്ങളുമായി നാട്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധം 2024 ലോക പരിസ്ഥിതി ദിന സന്ദേശം. മദ്യത്തിനും ലഹരി ഉപയോഗങ്ങൾക്കുമെതിരെയുള്ള യുവതലമുറയുടെ പോരാട്ടം അതിശക്തമായി തുടരണമെന്ന് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് T ഇന്ദിര. പാലക്കാട് മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സംഗമവും മദ്യവിമോചന ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിനും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ ശക്തമായി ചെറുക്കുമെന്ന് മദ്യനിരോധന സമിതി. വാർത്തകൾ വിശദമായി. രാജ്യത്ത് എക്സിറ്റ് പോളുകൾ അപ്രസക്തമായ മുന്നേറ്റം. ഇന്ത്യ മുന്നണി കുറിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. ശക്തമായ UDF മുന്നേറ്റത്തിനിടയിലും തൃശൂർ മണ്ഡലം NDA പിടിച്ചെടുത്തു. ഒടുവിൽ തൃശൂർ സുരേഷ് ഗോപി എടുത്തപ്പോൾ പാലക്കാട്ട് വീണ്ടും VK ശ്രീകണ്ഠൻ. ആലത്തൂർ രമ്യ ഹരിദാസിനെ കൈവിട്ടപ്പോൾ ജനകീയ നേതാവ് K രാധാകൃഷ്ണന് വിജയമധുരം. പൊന്നാനിയിലും മലപ്പുറത്തും UDFന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മുകളിൽ. പാലക്കാട് മണ്ഡലത്തിൽ ഭൂരിപക്ഷം 8 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ വിജയക്കൊടി പാറിച്ചത്. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ കഠിന പരിശ്രമത്തിനുള്ള അംഗീകാരമാണ് ഭൂരിപക്ഷത്തിലുണ്ടായ വർധനവ് എന്ന് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ അഗസ്റ്റിൻ കളേഴ്സ് കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കമ്പനി പഠിക്കൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും നടത്തിയ പ്രതിഷേധ സമരം BMS സംസ്ഥാന സെക്രട്ടറി V രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ചായയുടെ പേരിലുള്ള ഒരു ലോക്കൌട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ അങ്ങനെയൊരു സമരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോക്കൌട്ട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജീവനക്കാർ ചായ കുടിക്കാൻ പോയ പേര് പറഞ്ഞ് ഒരു കമ്പനി അടച്ചുപൂട്ടുന്നത്. തികച്ചും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നും ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ദാശ്രയം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ V രാജേഷ് പറഞ്ഞു. ഈ നിലപാട് തിരുത്താൻ തയ്യാറാവാത്ത പക്ഷം തൊഴിലാളികളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധത്തിന് കൂട്ടായ്മ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധ യോഗത്തിൽ F ധനരാജ് അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം FB രാജു, INTUC ജില്ലാ പ്രസിഡന്റ് FK അനന്തകൃഷ്ണൻ, വിവിധ സംഘടനാ നേതാക്കളായ PK രവീന്ദ്രനാഥ്, കളത്തിൽ കൃഷ്ണൻകുട്ടി, S രാജേന്ദ്രൻ, M അനന്തൻ, ചന്ദ്രശേഖരൻ, KV നന്ദനൻ, BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. M പ്രകാശൻ സ്വാഗതവും ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കർഷക സംഘം മനശ്ശേരി വില്ലേജ് കമ്മിറ്റി കർഷക സെമിനാർ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. 16% മാത്രമാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ കേവലം 16%. എന്നുവെച്ചാൽ 184 ആളുകളും 84% ആളുകളും. കർഷക സെമിനാറിനോടനുബന്ധിച്ച് പച്ചക്കറി തൈകളുടെ വിതരണവുമുണ്ടായി. ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. K ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി P ബാബു തൈകൾ വിതരണം ചെയ്തു. K കൃഷ്ണകുമാർ, P രവി, V രാമദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
മദ്യവും മറ്റ് വിവിധ ലഹരി ഉൽപ്പന്നങ്ങളും സാമൂഹ്യ വിപത്താണെന്നും ഭാവി തലമുറയുടെ നന്മയ്ക്കായി ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നും റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ടി ഇന്ദിര. കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ജില്ലാതല ലഹരി വിരുദ്ധ സംഗമവും മദ്യവിമോചന ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിദ്യാലയങ്ങൾ തുറക്കുന്ന ദിവസം വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തെ അവർ അഭിനന്ദിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ അമർച്ച ചെയ്യുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്നും കേരള മദ്യനിരോധന സമിതി പ്രവർത്തക പൊതുസമ്മേളനം ആവശ്യപ്പെട്ടു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മോഹനകുമാരൻ, ഗാന്ധിയൻ പ്രവർത്തക ലക്ഷ്മി, എം പത്മനാഭൻ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ വേലായുധൻ കൊട്ടേക്കാട്, ഡോക്ടർ AK ഹരിദാസ്, അസീസ് മാസ്റ്റർ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ജില്ലാ പ്രസിഡന്റ് H അക്ബർ ബാഷ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PV സഹദേവൻ പ്രതിജ്ഞ ചൊല്ലി. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ബഷീർ, TN ചന്ദ്രൻ, സുഭാഷ് കുമാർ, M ഖാദർ മൊയ്തീൻ, ഫാത്തിമ, K മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ഷൊർണൂർ ഗസീബോ ഹെറിറ്റേജിൽ നടന്ന യോഗം വ്യാപാര വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയിലെ ഈ പുതിയ ജില്ലാ കമ്മിറ്റി വന്നതിന് ശേഷം ചരിത്രത്തിലില്ലാത്ത ഒരുപാട് പുതിയ തുടക്കങ്ങൾക്ക് തുടക്കം കുറിക്കാൻ, നാന്ദി കുറിക്കാൻ ഈ ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന ആ അഭിമാനം തന്നെയാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഈ ജില്ലാ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത് എന്നതും വ്യക്തമാണ്. നാം നടപ്പിലാക്കിയ വി സപ്പോർട്ട് എന്ന പദ്ധതി അത് ഏറ്റവും മികച്ച രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ സമ്മേളനം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ജൂബിൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി VM ലത്തീഫ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, TP സക്കീർ, AP മാനു, ജില്ലാ സെക്രട്ടറിമാരായ ബാസിദ്, പ്രജിത് പട്ടാമ്പി, മുസ്തഫ വല്ലപ്പുഴ, പ്രകാശ് പാലക്കാട് തുടങ്ങി ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി KA ഹമീദിനെയും കൺവീനറായി കുളപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജയൻ ഉൾപ്പെടെ 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പാലക്കാട് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായി റോഡരികിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാട്ടിൻപുറങ്ങളിലുള്ള വൃക്ഷങ്ങളുടെ താഴെ വിത്തുകൾ വീണ് മുളച്ചുവെന്ന ചെടികൾ ശേഖരിച്ചാണ് നട്ടുപിടിപ്പിക്കുന്നത്. കൊല്ലങ്കോട്, പെരുവമ്പ്, പുതുനഗരം, തത്തമംഗലം, കൊടുവായൂർ, വടവന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പരിസ്ഥിതി ദിന ചിന്ത എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തൈകൾ ശേഖരിക്കലും നട്ടുപിടിപ്പിക്കലുമാണ് ലക്ഷ്യമെന്ന് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് A ഖാജ ഹുസൈൻ പറഞ്ഞു. ഭാവി തലമുറയ്ക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പരിസ്ഥിതി ചിന്ത വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തനമെന്ന് സംഘാടകർ പറഞ്ഞു. ഇത്തരത്തിൽ 500-ലധികം തൈകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് പഞ്ചായത്ത് റോഡിന്റെ വശങ്ങളിലും പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിലുമായി നട്ടുപിടിപ്പിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. ചിരട്ടയിൽ മണ്ണ് നിറച്ച് പറിച്ച തൈകൾ സൂക്ഷിച്ചാണ് വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ച് നട്ടുപിടിപ്പിക്കുന്നത്. തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ എവിടെയും പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാറില്ല എന്ന് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് A ഖാജ ഹുസൈൻ പറഞ്ഞു. സമാനമായ പ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ ഈ മഴക്കാലത്ത് റോഡിന്റെ വശങ്ങൾ പച്ചപ്പ് നിറഞ്ഞതാക്കി മാറ്റുവാൻ സാധിക്കും. വൻ വൃക്ഷങ്ങളുടെ താഴെ വിത്തുകൾ വീണ് മുളച്ചുവന്ന തൈകൾ കന്നുകാലികൾക്ക് ഇരകളായി നശിക്കാതെ സംരക്ഷിക്കുകയാണെങ്കിൽ പറിച്ചെടുത്ത് നട്ടുപിടിപ്പിച്ച് ഗ്രാമങ്ങളിലാകെ ഹരിത വിപ്ലവം തീർക്കുവാൻ സാധിക്കുമെന്ന് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷന്റെ ഓർഗനൈസർ A സാദിഖ് പറഞ്ഞു. പെരുവമ്പ് CAHS സ്കൂൾ PTA പ്രസിഡന്റ് A ഖാജ ഹുസൈൻ, പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ ഓർഗനൈസർ A സാദിഖ്, വിദ്യാർത്ഥികളായ S സൂര്യജിത്ത്, R ഉജ്വൽ, K നിഹാദ്, R റോബിൻ, S ആദർശ്, K നിഹാല, A അൻഷിഫ് ഖാൻ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം.
ലോകം മുഴുവൻ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്മരിക്കാൻ കേവലം ഒരു ദിവസം മാത്രം നീക്കിവെക്കുമ്പോൾ തന്റെ ഈ മനുഷ്യായുസ് പൂർണ്ണമായും പരിസ്ഥിതി സംരക്ഷണത്തിനായി സമർപ്പിക്കുകയാണ് കല്ലൂർ ബാലൻ. എല്ലാ ദിവസവും നേരം പുലർന്നാൽ കല്ലൂർ ബാലൻ സ്വന്തം വാഹനത്തിൽ പലവിധ വൃക്ഷത്തൈകളും വൈവിധ്യമായ വിത്തുകളും നിറച്ച് പരിസ്ഥിതിക്ക് കോട്ടം വരാതെ സൂക്ഷിക്കാനുള്ള കല്ലൂർ ബാലന്റെ കരുതൽ ശ്രദ്ധേയമാണ്. ഇത്തവണ കല്ലൂർ ബാലന്റെ ശ്രദ്ധ ജില്ലയിൽ നാമാവശേഷമാകുന്ന കരിമ്പനയുടെ വിത്ത് അറ്റുപോകാതെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിന് കരുത്തു പകരുന്നത് ഇറാം ഗ്രൂപ്പിന്റെ സഹായമാണ്. കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ കരിമ്പന നുങ്ങ് ശേഖരിച്ച് മുളപ്പിച്ച് മലയോരങ്ങളിലും കനാൽ വരമ്പുകളിലും പുറമ്പോക്ക് സ്ഥലങ്ങളിലും നട്ടുപിടിപ്പിക്കുന്നതിൽ കല്ലൂർ ബാലൻ എന്ന പച്ച മനുഷ്യന്റെ പ്രവർത്തനം വേറിട്ട് നിൽക്കുകയാണ്. ലോകം ജൂൺ 5 ഒരു ദിവസം മാത്രം പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ ജീവിതം മുഴുവൻ എല്ലാ ദിവസവും പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുത്ത് മാതൃകയാവുകയാണ് കല്ലൂർ ബാലൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള ജമിയത്തുൽ ഉലമ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയും വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ PT ഉസ്താദ് അനുസ്മരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടി സുന്നി മഹൽ ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്ന മഹാനായ PT ഉസ്താദ്, ആ ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ പേരാകുന്ന PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരെന്ന് പോലും ആരും അങ്ങനെ പരിചയപ്പെടുത്താറില്ല. PT ഉസ്താദ് എന്ന് മാത്രം നമുക്കെല്ലാം അറിയാവുന്ന മഹാനായി അദ്ദേഹം കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി ശവ്വാൽ 16-നാണ് അദ്ദേഹം അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഉദുവടി റൗളത്തുൽ ഉലൂം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ച സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന PT ഉസ്താദിന്റെ അനുസ്മരണ യോഗത്തിൽ ജമിയത്തുൽ ഗുത്തുബ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് KP മൂസൽ ഫൈസി അധ്യക്ഷനായി. സമസ്ത തൃശൂർ ജില്ലാ മുഷാവറ അംഗം സിദ്ദിഖ് ഫൈസി മങ്കര അനുസ്മരണ പ്രഭാഷണവും SKSF ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഫിൽ സിദ്ദിഖ് ഫൈസിയും ഉമ്മർ ബാഗവിയും ഉൾഹിയത്ത് പഠന ക്ലാസ് നിർവഹിച്ചു. ചേലക്കര റേഞ്ച് പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KK ഉണ്ണിൻകുട്ടി മുസ്ലിയാർ, യൂസഫ് ഫൈസി, മുഹമ്മദ് കുട്ടി ദാരിമി, അബ്ദുൾ ജബാർ അൻവരി, MS മുഹമ്മദ് കുട്ടി ഹാജി, CA സുലൈമാൻ മുസ്ലിയാർ, PS ഗമറുദ്ദീൻ മുസ്ലിയാർ, അബ്ബാസ് ദാരിമി, സലീം കല്ലിങ്കൽ, VP ഷാഹിദ് കോയ തങ്ങൾ, ബഷീർ ബാഗവി എന്നിവർ സംസാരിച്ചു. സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി PM അബ്ദുൾ റഹ്മാൻ ദാരിമി സ്വാഗതവും ജമിയത്തുൽ ഗുത്തുബ വടക്കാഞ്ചേരി മേഖലാ ജനറൽ സെക്രട്ടറി BAM അജ്മൽ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ചമ്പരക്കുളം AUP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനുള്ള പാത്രങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സമർപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് മുരളി, പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് എന്നിവർ ചേർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ പാത്രങ്ങൾ പ്രധാനാധ്യാപകൻ വിജയൻ മാഷിന് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞുലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ വിനീത, ശശിധരൻ, PTA പ്രസിഡന്റ് ശോഭിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ്, കേരളത്തിൽ UDF തരംഗം, തൃശൂരിൽ താമര വിരിഞ്ഞു. സുരേഷ് ഗോപിയുടെ വിജയം 3/4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. പാലക്കാട്ട് വീണ്ടും VK ശ്രീകണ്ഠൻ. മണ്ഡലത്തിൽ UDF ഭൂരിപക്ഷം 8 ഇരട്ടി ഉയർന്നു. LDFന് ആശ്വാസമായി ആലത്തൂരിൽ K രാധാകൃഷ്ണന്റെ വിജയം. 42 ദിവസത്തോളമായി നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ പാലക്കാട് അഗസ്റ്റിൻ ടെക്സ്റ്റൈൽ കളേഴ്സ് കമ്പനിക്ക് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജീവനക്കാർ ചായ കുടിക്കാൻ പോയ പേര് പറഞ്ഞ് ഒരു കമ്പനി അടച്ചുപൂട്ടുന്നതെന്ന് BMS സംസ്ഥാന സെക്രട്ടറി V രാജേഷ്. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാകുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വം. ലോക പരിസ്ഥിതി ദിനം, വിപുലമായ ഒരുക്കങ്ങളുമായി നാട്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധം 2024 ലോക പരിസ്ഥിതി ദിന സന്ദേശം. മദ്യത്തിനും ലഹരി ഉപയോഗങ്ങൾക്കുമെതിരെയുള്ള യുവതലമുറയുടെ പോരാട്ടം അതിശക്തമായി തുടരണമെന്ന് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് T ഇന്ദിര. പാലക്കാട് മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സംഗമവും മദ്യവിമോചന ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിനും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ ശക്തമായി ചെറുക്കുമെന്ന് മദ്യനിരോധന സമിതി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.